2021 MBBS സീറ്റാണോ ലക്ഷ്യം? ഉടൻ ജോയിൻ ചെയ്യൂ സൈലം ലേണിംഗ് ആപ്പിന്റെ ക്രാഷ് കോഴ്സിൽ. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ ഈ വേദിയിൽ ഇനി പാടാൻ എത്താൻ പോകുന്നത് MG അങ്കിളിനോട് ഒരു ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ കഴിഞ്ഞ സീസണില് നമ്മള് കുണ്ടിതാന്ന് വിളിച്ചോണ്ടിരുന്ന ആരെയായിരുന്നു? ആണേ ശരിയാണ്. ആരെയാണ്? മറ്റൊരു വെളുത്ത ഒരു സുന്ദരൻ. ആ വെളുത്ത സുന്ദരൻ ആരാ? ഒരു ഓർമ്മയാ. ആ ദൃശ്യ. അപ്പൊ നമ്മുടെ ദൃശ്യം, അതായത് നമ്മുടെ ശ്രീഭുവനും അതിഥി കുട്ടിയും എത്താണ്. വെൽക്കം. ഹലോ. മോനെ, ഞാൻ നിന്നെ നല്ലൊരു വരവേൽപ്പിന് വേണ്ടി പല വാക്കുകൾ ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെ, ഈ മീനൂട്ടി വരുന്നതിന് മുമ്പേ നിന്റെ പേര് പറഞ്ഞു. അതെന്താ അതിനൊരു കുഴപ്പം? അല്ലടാ, അവനടിക്കാൻ തുറന്നു പറ. വേണ്ട, അവൻ തുറന്നു പറഞ്ഞ പ്രശ്നമാണ്. ശ്രീഭുവൻ എന്ന് നല്ലൊരു പേരുള്ള ഒരു കുട്ടിക്ക് ഞാൻ മറന്നു കിടക്കുക. ആരാ ഇട്ട പേര്? ആരിട്ടാലും ഞാൻ ഇത്ര 1.5 വർഷത്തിന് മുമ്പ് ഇട്ടാലും 2 വർഷം മുമ്പ് ഇങ്ങനൊക്കെ തരുന്നത് ശരിയാണോ? ഇല്ല, ലക്ഷോപലക്ഷം ആൾക്കാർ മറന്നു കിടന്നത് ഞാനല്ല. അതെ, അവിടെ അല്ല, എന്നെന്താ പഠിച്ച വന്ന വഴി മറക്കരുതെന്ന്. അപ്പൊ വന്ന വഴി ഞാൻ ഓർത്തു വെച്ചു, അവൻ വന്ന വഴി ഞാൻ ഓർത്തു വെച്ചു. ഞാൻ അത് പറഞ്ഞു. ഏത് പാട്ടാ പാടുന്നത്? ഹിന്ദി. അതറിയാവരന്ന് ഗായത്രി ചേച്ചി. നിങ്ങളെയൊക്കെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. കഴിഞ്ഞ വർഷത്തെ എല്ലാ എപ്പിസോഡുകളും വാച്ച് ചെയ്തിട്ട് ഇപ്പം മമ്മൂക്കയുടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിൽ കൂടെ അഭിനയിച്ച അഭിനേത്രിയാണ്. 2 IPS. ഇപ്പുറത്ത് ഗീതാ പ്രഭാകരനെ അറിയാമല്ലോ, ദൃശ്യം 2. ഇതാരാ ഈ ജുബ്ബ? ഒരു ലോക്കൽ കള്ളനാണ്. രണ്ടുപേരുണ്ട്, ഞാനും ഉണ്ട്. 2 IPS 2 കള്ളന്മാര്. ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് അങ്ങനെ ഒരു തമാശ പറയണമെന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് പറയാം. ഈ കണ്ട ആളുകൾ മുഴുവനും, ലോകം മുഴുവനും ഇത് കാണും. മനസ്സിലായോ? നിന്നെ പോലെ ഒരുത്തൻ എന്നെ ഇതൊരു ലോക്കൽ കള്ളനാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. എഡിറ്ററെ സ്വാധീനിച്ച കോമഡി ഓക്കെ. ആ ഇരിക്കുന്ന ആള് തിരുവനന്തപുരം നിനക്ക് വളരെ അടുപ്പമുള്ള ആളൊക്കെയാണ്. പക്ഷെ ഒരു കുഴപ്പം വരുമ്പോ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പറഞ്ഞത്. 2 കള്ളനില് എന്നെ ചേർക്കണ്ടെന്നേ, നിനക്ക് അപ്പുറത്തുള്ള ആളെ ചേർത്തു. ഇവിടെ ഒരു കൊലപാതകവും ഒരു അറസ്റ്റ് ഒക്കെ വേണ്ടി വരും ചേച്ചി, മിക്കവാറും. മക്കളെ പേടിക്കണ്ട കേട്ടോ. മക്കളെ പേടിക്കണ്ട, ധൈര്യമായിട്ട് പാടിക്കോളൂ. പാടിക്കും. ഞാനുണ്ട്, അല്ലെങ്കിൽ ഇയാളുണ്ട്. ये काली काली आंखें, ये गोरे गोरे गाल, ये थिकी थिकी नजरें, ये हिरनी जैसी चाल. ये काली काली आंखें, ये गोरे गोरे गाल, ये थिकी थिकी नजरें, ये हिरनी जैसी चाल. चले तो चले, प्यार करेंगे तुझ पे मरेंगे, धक धक दिल ये
को चलाने लगी दिलरुबा तू मुझे नखरे दिखाने लगी घरों की बाहों में इठला के जाने लगी ये तेरी बेरुखी मुझको सताने लगी छोड़ो जी छोड़ो सनम जिद अपनी छोड़ो सनम नाजुक है दिल ये मेरा मुझको ना तोड़ो सनम दिल को ना तोड़ो सनम ये लंबी लंबी रातें अब कर ले मुलाकातें जाने क्यों दिल ये मेरा तेरा ही होना चाहे गुस्से में लाल ना कर ये गोरे गोरे गाल ये काली काली आंखें ये गोरे गोरे गाल ये फीकी फीकी नजरें ये हिरनी जैसी चाल ना तो कर कटपट कर प्यार झटपट मेरी आजा तो निकट कट प्यार कटिकर ना तो जुल्फी झटक ना तो पैर पटक अरे ऐसा न मटक दिल गया है पटक चेहरे पे तेरे सनम फैला की है शौकिया हीर से बटकी है आँखों की ये मस्तियाँ ये जूलियट की तरह होठों पे है सुर्खियाँ देख ले खुद को तू नजर से मेरे जाने जा देखी जो तेरी अदा मैं फिदा हो गया सीने से लग जा जरा जीने का आए मजा जीने का आए मजा ये बिखरे बिखरे जुल्फे ये झुकी झुकी पलकें ये गोरे गोरे बाहें हम क्यों ना तुम्हें चाहे ऐसा तो हमने पहले देखा नहीं कमाल ये काली काली आंखें ये गोरे गोरे गाल ये फीकी फीकी नजरें ये हिरनी जैसी चाल അതിഥി ശ്രീഭുവൻ. നല്ല രസമുണ്ടായിരുന്നു മക്കളെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെയൊക്കെ പഴയ കാലത്ത് ഒരു 100 പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയായിരിക്കും ഇത്. ആരൊക്കെ അഭിനയിച്ചിട്ടില്ലെന്ന് അറിയാലോ? ഷാറുഖ് ഖാൻ കാജോൾ അവരുടെ ആദ്യകാലത്തെ സിനിമയാണ്. നമ്മളൊക്കെ ഷാരൂഖ് ഖാൻ ഫാൻസ് ആവുന്നത് ഈ സിനിമയിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ. ഇതിന്റെയൊക്കെ അർത്ഥം അറിയോ മക്കളെ? ഈ പാട്ടിന്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഹിന്ദി പാട്ടുകളൊക്കെ പഠിക്കുന്നത്? ചേട്ടാ എന്താ അർത്ഥം? ഞാനും ചോദിക്കാൻ ഡൽഹിയിലായിരുന്നല്ലോ. മോനെ എന്താ പറയണേ? ലിക്ക काली काली आंखें ആങ്കേം
ആംഖ്യെന്ന് വെച്ചാൽ കണ്ണല്ലേ? ആ കണ്ണ്. കണ്ണ് കാലിയാണെന്നാണോ? അപ്പൻ മലയാളിയാ. എൻ്റെ അപ്പനും അമ്മയൊക്കെ മലയാളീസാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യം പിന്നെ ഹിന്ദി അറിഞ്ഞൂടാ. ഹിന്ദി പാട്ടറിയാം. രണ്ടുപേരും കിഡിലോസ്കി അടിച്ച് പൊളിച്ചു കളഞ്ഞു. ആദ്യം തന്നെ നിങ്ങളോട് താങ്ക്സ് പറയണം, കാരണം ഈ പാട്ട് എടുത്തോണ്ട് വന്നത്. കാരണം ഈ പാട്ടൊക്കെ കേട്ടിട്ട് എത്ര കാലമായെന്ന് പറയും ഇത്തരം പാട്ടുകളൊക്കെ. പ്രത്യേകിച്ച് നിങ്ങൾ കൊച്ചു കുട്ടികളെ നിന്ന് പാടുമ്പോൾ നമുക്കതൊരു ഈ പറഞ്ഞ പോലെ ആശാജി പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും അതുപോലെ തന്നെ എവിടെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടോ അവിടെ തിളക്കമുള്ള എടുത്തിട്ടിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ഇല്ലാത്ത കോളേജ് ഫങ്ഷൻസ് ഇല്ല. അത്ര രസമായിട്ടുള്ളൊരു പാട്ടും നല്ല പഞ്ചുള്ള പാട്ടുമാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതിനിടയ്ക്ക് വളരെ കൂളായിട്ട് പാടി. പാട്ടിനിടയ്ക്ക് രണ്ടും സ്റ്റെപ്പൊക്കെ ഇട്ടല്ലോ. ഞാനും ശ്രദ്ധിച്ചു. ഞാൻ നോക്കിയപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് ഒറ്റയാളെ ഇവിടെ ഇരിപ്പുള്ളൂ. അതെനിക്ക് തോന്നി പാട്ടിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നത്. ബാസികറായിട്ടായിരുന്നു ഇരുന്നത്. ബാസികർ മോനെ, നീ കുറച്ചു നേരത്തെ എന്റെ റൂമിൽ വന്നില്ലേ അല്ലേ? മോളെ നീ സംസാരിച്ചില്ലേ? കറക്റ്റ്. ആ നേരത്തെ ഞാൻ ഒന്ന് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമാണ് പാട്ടായിട്ട് അവര് വന്നു മാത്രമേ. അതിഥി ചെറുതായി പോയോ കഴിഞ്ഞ സീസണേക്കാട്ടിലും അല്ലേ? കഴിഞ്ഞ സീസണിൽ കുറച്ചുകൂടെ വലുതായിരുന്നു. ഡയറ്റ് ഒക്കെ ആണോ? മണ്ണൊക്കെ കുറഞ്ഞു അല്ലേ ചെറുതായിട്ട്? കുറച്ചുകൂടെ കുഞ്ഞായി. എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിഥിക്ക്, അതാണ്. അതുകൊണ്ടാണ് ചെറുത്. അയ്യോടാ. അപ്പൊ അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. വേണ്ടേ ചോദിക്കും. എന്ത് പാട്ടാണോ? ഹിന്ദി സോങ്. അതെ അതെ. എല്ലാരും നിർബന്ധിക്കണം. ഒരു വരി മതി ഇന്നസെന്റ് ഏട്ടാ. जरा सामन तो आओ चलिए, चुप चुप चलन मेरा हाथ है, मेरा चुप ना गई है परमात्मा, मेरी यार यार रो आदे. चुप चलन मेरा हाथ, मेरा चुप ना गई है पर आत्मा, मेरी यार यार तेरो हाथ. കുറെ നാളായി ഇവൻ കളിക്കണേ. അതുകൊണ്ട് 2 വരി കൊണ്ട് പോകുന്നതാ നിന്നെ തകർക്കാൻ. ഇനി പാടാൻ പറഞ്ഞാൽ ഞാൻ എവിടുന്ന് കൊണ്ടിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ശ്രുതി ശുദ്ധം. അപൂർവമായിട്ട് കിട്ടുന്ന മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അതായത് ഒരിക്കലും കിട്ടാത്ത മുതലാണ് നല്ലത്. അതല്ലേ നീ പറഞ്ഞ? അല്ല, എനിക്കിഷ്ടായിട്ടോ, ഭയങ്കര ഇഷ്ടമായി. എന്തൊരു താളത്തിനൊപ്പിച്ച് ഞെട്ടിച്ചു കളഞ്ഞു. മോളെ, ഇത് അവിടെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്റർവെല്ലിന്റെ സമയത്ത് ഞാൻ ഒരു ചെല്ലുണ്ട്. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ വേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി എത്തുന്നു നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ.
മക്കളെ അസലായിട്ട് പാടി കേട്ടോ. ഇത് രാജാവിന്റെ മകൻ എന്ന ചിത്രമല്ലേ, മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ഒരു പടമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ലെവൽ ഹൈറ്റിൽ കൊണ്ടുപോയ ഒരു ചിത്രമാണ്. അതിനകത്ത് ശ്യാം സാർ ചെയ്ത ഒരു ഗാനമാണ്. ഓർക്കസ്ട്ര എന്താണ് പറയാൻ വയ്യ കേട്ടോ, ഞങ്ങളെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി അല്ലേ ആശ? മക്കളെ നിങ്ങളൊന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരോ? എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് മേഹ എൽദോസ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 7th-ലായിരുന്നു, ഇനി 8th-ലോട്ട്. വാവയോ? ഞാൻ സെബ മൂൺ. എന്താ? സെബ മൂൺ. സെബ മൂൺ. ആ ചക്കര വളരെ റെയർ ആയിട്ടുള്ളൊരു പേരാണല്ലോ. ആരാ ഈ പേരിട്ടത്? പപ്പ. ആണോ? എന്താ അർത്ഥം? ഞാൻ ജനിച്ചപ്പോ എനിക്കൊരു മറുകുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ പപ്പക്ക് പെട്ടെന്ന് മൂണിനെ ഓർമ്മ വന്നേ. അപ്പൊ എന്റെ പേര് സെബ മൂൺ തൊട്ടു. ഓ, ഭയങ്കര രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള വളരെ റെയർ നെയിമാണ്. അടിപൊളി. എന്നിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 50ക്ക്. മക്കള് പറയൂ. ഞാൻ അഭിരാമി. ഞാനിപ്പോ 9th-ലേക്ക്. പക്ഷെ നിങ്ങളൊന്നും കണ്ട 9th-ലായെന്നൊന്നും തോന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് പാടി, നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള സിംഗിങ് ആയിരുന്നു. ഇവര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, അതായത് സീസൺ 2-ന്റെ ഓഡിഷൻ വന്നു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റില് പ്രയോറിറ്റിയിൽ കിടക്കുന്ന കുട്ടികളാണ്. അത് ശരി. അപ്പൊ ഇവർക്കൊരു എൻകറേജ്മെന്റ് പോലെ ഞങ്ങൾ ഇങ്ങനെ ഈ ഇവന്റ്സ് നടക്കുമ്പോഴത്തേക്ക്, സ്റ്റാർ നൈറ്റ് ഒക്കെ നടക്കുമ്പോൾ വിളിച്ച് പാടിക്കും. എന്തായാലും നല്ല രസമായിട്ട് പാടി. അപ്പൊ ഇതൊരു റിഹേഴ്സൽ പോലെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരാനൊക്കെ ഈ വേദി നിങ്ങൾക്ക് നന്നായിട്ട് സഹായിക്കും അല്ലേ? അപ്പൊ ഒരു കോമ്പറ്റീഷൻ വരുമ്പോ തന്നെ ഒരു പേടി ഉണ്ടാവൂല. താങ്ക് യു സോ മച്ച് ഈ പാട്ട് പാടിയതിന്. ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കൂ. ഞങ്ങളിൽ ആരാ പറയേണ്ടത്? നിങ്ങൾ പറയൂ. ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞാ മതിയോ അതോ അദ്ദേഹം പറയണോ? ഞാൻ പറയണോ? അവരെ കുഴപ്പിക്കല്ലേ, പിള്ളേര് വരണ്ട നിൽക്കായിട്ട്. മക്കളെ ഈ അങ്കിള് പറയട്ടെ അല്ലേ? 3 പേരും അസാധ്യമായിട്ട് പാടി, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സീസൺ 2-ൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നാണ് അറിഞ്ഞത്. മിക്കവാറും ഈ ഒരു പെർഫോമൻസോടുകൂടി ആയി ചിലപ്പോൾ മത്സരിക്കാനൊക്കെ വന്നാലോ, അങ്ങനെയുള്ള വൈറ്റ് കാർഡ് എൻട്രി ഒക്കെ കിട്ടിയ ചരിത്രം റിയാലിറ്റി ഷോയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കയറി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ചേട്ടൻ ആശംസിക്കുന്നു. ഇനിയിപ്പോ ഈ പാട്ടിനെ കുറിച്ചിട്ട് നമ്മുടെ സംഗീതാചാര്യൻ സംസാരിക്കും. അല്ല, ഹിന്ദി പാട്ടിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്. ഇടയ്ക്ക് ചില സമയത്ത് മലയാളം പാട്ടിനെ കുറിച്ചും പറയാറുണ്ട്. അല്ല, ഇന്നസെന്റ് ഏട്ടൻ എന്താ പറഞ്ഞു? ഇനി ഈ അങ്കിള് സംസാരിക്കുന്നു അല്ലേ? അങ്കിൾ സംസാരിക്കുന്ന ഞാൻ പറഞ്ഞപ്പോ ഇദ്ദേഹം മക്കൾ കേട്ടില്ലേ? ഇയാള് ഈ ചേട്ടൻ അത് കേട്ടോ നിങ്ങള്? ഈ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വയസ്സ് 17. മോനെ ഞാൻ ശ്രദ്ധിച്ചു. അത് കൊച്ചേട്ടൻ. കൊച്ചേട്ടൻ അല്ലേ? ഇതല്ലേ അങ്കിള്? അങ്കിളിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ 3 പേര് അസലായിട്ട് പാടി, വളരെ രസമായി. അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ മറുക് കണ്ടു. അങ്ങനെയാണ് സെബ മൂൺ എന്നിട്ടെ. അങ്ങനെയാണെങ്കിൽ ചില ആളുകളെയൊക്കെ കള്ളൻ പവിത്രൻ എന്നിടണ്ടേ? കാണുമ്പോ തന്നെ അറിയാലോ എന്താ ഇടാഞ്ഞത്. അല്ല, എങ്ങോട്ട് നോക്കിയ? ഇങ്ങോട്ട് നോക്കിയല്ലേ? അല്ല ഞാൻ പറയാണ്, ചിലവരൊക്കെ കാര്യം ഇത്രേ ഉള്ളെങ്കിലും കയ്യിലിരിപ്പ് വളരെ വളരെ കുഴപ്പത്തിലുള്ളതാണ്. അസലായിട്ട് പാടുണ്ട്. 3 പേരും കലക്കി. പോരെ? ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. പ്രത്യേകിച്ചും ആ നടുക്കുള്ള പൂർണ്ണചന്ദ്രൻ, മൂൺ, ലിഡി മൂൺ, നല്ല രസമുണ്ട്. ശരിക്കും അറിഞ്ഞിട്ട പേര് തന്നെയാണ്. എനിക്ക് ആളെ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ? നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കുട്ടിയുണ്ട്, ഇതുപോലെ തന്നെ ഇരിക്കണേ കാണാനായിട്ട്. ആളിപ്പോൾ വലുതായി വലിയ ഡയറക്ടറൊക്കെ ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ അതുപോലെ ഉണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കാണണം കേട്ടോ. അപ്പം നേരത്തെ പക്രുചേട്ടൻ പറഞ്ഞ പോലെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ കിട്ടി വരട്ടെ. അല്ലെങ്കിൽ സീസൺ 3, 4, 5, 6 ഒക്കെ കിടക്കുകയാണല്ലോ ഏട്ടാ. അപ്പോൾ തീർച്ചയായിട്ടും നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് വേദിയിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാരെത്തുന്നു. വെൽക്കം. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ.
എന്ത് രസമായിരുന്നു ശരിക്കും. കണ്ണടച്ച് കേട്ടാൽ ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓർക്കസ്ട്ര ഒന്നും പറയേണ്ട ആവശ്യമില്ല, ദ ബെസ്റ്റ് ആണ്. എന്ത് രസമായിരുന്നു. ആൻഡ് എങ്ങനെ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും ഒരു ഫീലോടുകൂടി പാടാൻ പറ്റുന്നതെന്നുള്ളതാണ്. അസാധ്യമായിട്ട് പാടി. ഞാൻ ഫാനായി നിങ്ങളുടെ. അക്ഷിത്ത് ആ ചില സംഗതികളൊക്കെ ആ ഫീല് വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഗൂസ് ബംസ് വരെയായിരുന്നു എനിക്ക്. അടിപൊളിയായിരുന്നു മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് നന്നായിട്ട് നിങ്ങളൊക്കെ പാടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നേരത്തെ പക്രു അദ്ദേഹം പറയുണ്ടായി ഇങ്ങനൊരു വേദി ഉണ്ടാക്കി തന്ന ടോപ്പ് സിംഗർ. ഈ വേദി ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന് പാടാൻ സാധിച്ചത് അല്ലേ? പണ്ടും ഒരുപാട് പേര് പാട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആരും കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല. അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലുമൊക്കെ പാട്ടുകാരായിട്ട് വന്നിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ അവരുടെ സ്കൂളിലും ക്ലാസ്സിലും വീട്ടിലും ആ പാട്ടോട് കൂടി തന്നെ അവസാനിച്ചു പോയി. ഇന്നങ്ങനെയല്ല, ഒരുപാട് വേദികളുള്ള കാരണം കൊണ്ട് നമുക്ക് നല്ല നല്ല മുത്തുകൾ ഇവിടെ നിന്നും ഉദയം ചെയ്യും എന്നുള്ളതാണ്.
അതിൽപ്പെട്ട മുത്തുകളാണ് നിങ്ങളൊക്കെ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അങ്ങനെ ഉയർന്ന് പറക്കട്ടെ. ഓക്കെ, രണ്ടുപേരും അസാധ്യമായിട്ട് അസലായിട്ട് പാടും. ഞങ്ങളെ കോട്ടയം ഭാഷയിലൊരു ഇതുണ്ട്, രണ്ടുപേരും നിന്ന് നല്ല പാട്ട് പാടുവാണെങ്കിൽ ഒരു ഇത് വാക്ക് പറയും, എടാ അവരെന്നാ കൊളുത്താടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കൊളുത്തുമായിരുന്നു. ഞങ്ങളങ്ങ് ലയിച്ച് ഇരുന്ന് പോയി എന്ന് പറയില്ലേ. ഒറിജിനലിൽ നിന്ന് രണ്ട് കുട്ടികൾ പാടുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം നമ്മൾ കേൾക്കുമ്പോൾ. പക്ഷെ ഇതല്ല, ഇത് ഒറിജിനലിന് ഒപ്പം തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇവിടെ വീണിരിക്കുന്നത്. അസാധ്യമായിട്ട്. മോനെ നീ ഗംഭീരമായിട്ട് പാടിയിട്ടോ. ആ തുടക്കം കഴിഞ്ഞിട്ട് മോള് പാടി തിരിച്ച് മോനൊരു എടുപ്പെടുത്തില്ലേ, കുറച്ച് സംഗതി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അത് വളരെ കൂളായിട്ട് കണ്ണടച്ച് നിന്നിട്ട് എന്തൊക്കെയാ വായിന്ന് വരുന്നത് ഉള്ളിന്ന്. ഈ തിങ്സ് പറക്കി വെക്കുകയാണ് എന്നേക്കാൾ നീളമുണ്ട്. അത്ര സൂപ്പറായിട്ട് എത്ര രസമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും പാടാൻ തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാടാൻ തോന്നുന്നു. അത് വരട്ടെ ചേട്ടാ, വരട്ടെ വെയിറ്റ് ചെയ്യട്ടെ. കാരണം ഞാനിവിടെ കരിമുരളീരവം പാടിയിട്ടേ പോകുള്ളൂ. ചേട്ടൻ കൊലയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയല്ല നിങ്ങളുടെ കോട്ടയം ഭാഷയിൽ എന്നാ കൊളുത്താ നിങ്ങൾ കൊളുത്തിയ. മകളെ, സാധാരണ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോഴേ എവിടെയെങ്കിലും തെറ്റുമോ പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടാവാറുണ്ട്. കാര്യം സ്ഥിരം ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണ്. ഇന്ന് ആ ടെൻഷനൊന്നുമില്ലല്ലോ. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പാട്ട് കേട്ടത്. അതിഗംഭീരമായിട്ട് പാടി. സാധാരണ പാടുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ എന്ന് വേണം പറയാൻ. അത്ര രസമായിട്ട് പാടി രണ്ടുപേരും. നിങ്ങളുടെ എല്ലാ ജോണറിലുള്ള പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്, സ്ഥിരമായി കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്ര കേട്ടാലും മതി വരാത്ത കുറേ പാട്ടുകളിൽ പെട്ടൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ശരത്തേട്ടൻ്റെ പാട്ട്, ക്ഷണക്കത്ത് ആ ചിത്രത്തിലല്ലേ ഈ പാട്ട്. നേരത്തെ ഞാൻ പറയായിരുന്നു, ഞങ്ങളൊക്കെ കോളേജ് സമയത്തും സ്കൂൾ സമയത്തുള്ള പാട്ടാണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പ്രേമിക്കാൻ ഒരു ധൈര്യം തരുന്നൊരു പാട്ട് കൂടിയാണിത്, അല്ലേ? അല്ലാതെ അല്ല പിന്നെ, ഈ പാട്ട് കേട്ട ആരാ പ്രേമിക്കാത്തത്? അത്ര രസമുണ്ടായിരുന്നു നിങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഓരോ നിമിഷവും ഓരോ കാലഘട്ടങ്ങളാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഓരോ പാട്ടുകളിൽ അങ്ങനെ തോന്നാറില്ലേ? ഓരോ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പല പല സിറ്റുവേഷൻസ് നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ വളരെ സ്വീറ്റ് മെമ്മറീസിലാണ് നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയത്. എൻ്റെ അമ്മ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകയാണ്. എൻ്റെ അമ്മ ഒരു കലാകാരിയാണ്, കലാമണ്ഡലം സുമതി എൻ്റെ ഗുരുവാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്കൊരു ദിവസം ഈ ഫ്ലോറിലൊന്ന് വരണം, എനിക്ക് ആ കൊച്ചു മക്കളെയൊക്കെ ഒന്ന് കാണണം, അതുപോലെ ആ ഓർക്കസ്ട്ര വായിക്കുന്ന ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടണം എന്നുള്ളതാണ്. അത് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ദിവസം ഞാൻ അമ്മയെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനും, നിങ്ങളെയൊക്കെ ഒന്ന് അമ്മയ്ക്കൊന്ന് നേരിട്ട് കാണണം എന്നൊരാഗ്രഹം പറയുന്നുണ്ട്. അത്രയും അമ്മമാരുടെ അമ്മൂമ്മമാരുടെ മനസ്സാണ് മക്കളെ നിങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ. ആസ് യൂഷ്വൽ, യു പീപ്പിൾ റോക്ക് ഓൾവേസ്. ലവ് യു ഓൾ. உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜென்மங்களில் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜென்மங்களில் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் நண்டையவாதானே. ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோட ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம். குழு குழு பொய்கள் சொல்லிய நாய் வெல்வாய், அது திரிந்தும் கூட
மனமதையே தான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும். வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே பணம். என் கண்ணுறங்கா உன் ஜென்மங்களில் ஏக்கங்கள் தீரும். தீரும் தீரும். தினமும் நீ குளிர்த்ததும் என்னை தேடி என் சேல நுனியால் உந்தன் தலை துடைப்பாயே அது கவிதை. திருடன் போல் பதுங்கியே திடீரென்று பெண்ணாலிருந்து என்னை நீ அழைப்பாயே அது கவிதை. யாரேனும் மடி கேட்டால் அது சொல்லக்கூட தெரியாதே. காதலனும் முடிவின்றில் கடிகார நேரம் கிடையாது. வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம். என் கண்ணுறங்கா முன் ஜென்மங்களில் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே. ஏங்குகிறேன் தேங்குகிறேன் என் நினைவால் நானே நான். താങ്ക് യു സോ മച്ച്. അടിപൊളി കൊളുത്തി അല്ലേ? തകർത്തു കേട്ടോ, ഗംഭീരായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻ വിളിച്ചാലോ? തീർച്ചയായിട്ടും. അയ്യോ, ഒരു മാജിക് വേദിയാട്ടോ ഇത്. ആർക്കും വന്നാലും പാടാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ, പ്രത്യേകിച്ചും ഇവരുടെ സപ്പോർട്ടോട് കൂടി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയണ്ട, നീ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഇല്ല. ഞാൻ ഇവിടെ ഒരാളുടെ അസലായിട്ട് പാടി കേട്ടോ, അസാധ്യമായിട്ട് പാടി. മോളെ അസലായിട്ട് പാടിയിട്ടുണ്ട്, ഗംഭീരമായി. താങ്ക് യു ചേട്ടാ. പക്ഷേ ചില വേദനകൾ അയാൾ പറയുന്നു. ഞാൻ രണ്ട് സൈഡിലോട്ടും നോക്കിയായിരുന്നു. ഒരാളുടെ മുഖവും നോക്കി, ഒരാളുടെ മുഖവും നോക്കി. അപ്പൊ ഈ പാട്ടിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴേ കുട്ടേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു. നന്നാകുന്നുണ്ടത്. ഭരതത്തിനകത്ത് ഉർവശി ചേച്ചി ഇങ്ങനെ കാണിക്കൂല ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലെ. ആ സമയത്ത് ഇവിടെ ഇരുന്ന ഒരാള് വിങ്ങുന്ന് മനസ്സ് കണ്ണൊക്കെ തുടയ്ക്കുന്നത്. എന്താ സംഭവം അറിയാം? ഇവിടെ ഇരുന്ന് തൊണ്ട പൊട്ടി പാടിയിട്ട് ഒരാള് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ ഹിന്ദി പാട്ട് എവിടെ നിന്നോ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കുട്ടേട്ടനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് വന്നപ്പോ അല്ല, അതിനൊരു കാര്യമുണ്ട്. ശ്രീകുട്ടേട്ടന്റെ ഗുരു എന്ന് പറയുന്ന ചേർത്തല ഗോപാലൻ നായർ എന്റെ ഹസ്ബൻഡ് അമ്മാവനാണ്. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്, അത് അറിഞ്ഞില്ലെങ്കിൽ പോലും. അങ്ങനെയാണ്. ക്ഷമിച്ചേക്ക്, പോട്ടെ, ക്ഷമിച്ചോളാം, പോട്ടെ. അങ്ങനെ ഗുരുബന്ധമുണ്ട്, ഗുരുബന്ധമാണെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കേട്ടോ. നിങ്ങൾ എന്നെ കൊല്ലരുത്. എന്നോട് പറഞ്ഞില്ലേ ഒരു അനുഗ്രഹം വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വാതിൽ തുറന്നു കിടക്കുന്നു കേട്ടോ. അതായത് പാട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഓടുകയാണുള്ളത്. അത് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഇത്രയല്ലേ ഉള്ളൂ, ഇയാള് പറയാ വാതിൽ അങ്ങനെ തുറന്നിടണ്ടാന്ന്.
അടച്ച് തന്നെ കിടക്കട്ടെ എന്ന്, ഇവിടെ അതിനെ വക വരുത്താന്ന്. മനസ്സിലായി? അതാണ് ആ മനുഷ്യനാണ് ഇപ്പൊ പറഞ്ഞത്, ഞാനാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ. പാട്ട് ഗംഭീരായി. അതുകൊണ്ടാണ് നമ്മളൊക്കെ എല്ലാവരും ചേർന്ന് കൈയടിച്ചതും. സന്തോഷം. കുഞ്ഞുങ്ങളെ സമ്മതിക്കണോ, ഞാൻ നേരത്തെ പറഞ്ഞ സത്യമാണ്. ഇവിടെ വന്ന് പാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം. നമ്മൾ കാണുമ്പോൾ ടി വിയിൽ കാണുമ്പോൾ അവർ എന്ത് കൂളായിട്ടാണ്, ചിലപ്പോൾ അവർക്ക് ആ ടെൻഷൻ അറിയാനുള്ള പ്രായം ആവാത്തോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ നിന്ന് പാടുമ്പോൾ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എൻ്റെ ലൈഫ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓർക്കസ്ട്രയുടെ കൂടെ ഇങ്ങനെ ലൈവായിട്ട് പാടുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ, നിങ്ങൾ സഹായിച്ചില്ലായിരുന്നു ഞാൻ പെട്ടുപോയനെ. പിന്നെ ശ്രീകുട്ടേട്ടാ താങ്ക് യു സോ മച്ച്. ആൻഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. MG അങ്കിളെ, അങ്ങൾക്കൊരു സർപ്രൈസ് തരട്ടെ ഞങ്ങളിപ്പോ. നന്ദൻ ചേച്ചി, എന്താണ് സർപ്രൈസ്? സംഗീത റിയാലിറ്റി ഷോ വേദിയിലെ വിജയകിരീടം ചൂടി നിരവധി ഗാനങ്ങൾ ആലപിച്ച് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ ഒരു ഗായകൻ. യെസ്, ജോബി ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ജോബി ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമ്മുടെ ഹനുവിനെ കുട്ടിയും. വെൽക്കം. மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனதுள்ளம், இறகியதே விடி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான். மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்னை நினைவா, உருகியதே எனது உள்ளம், பெருகியதே விழி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. கொண்டால் மாதன் அன்பு வரும், கூந்தலின் ஒளிந்து கொள்ள வரவா, என் கூந்தடேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவது தான் முறையா, எனக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரு சொன்னால் போதும் நின்று விழுவிடும் காதல் நதியே, சுவாசம் உன் மூச்சு உன் வார்த்தையின் பேச்சு, 5 நூற்றாண்டு வாழ்வோ என் வாழ்வே வா. மலர்களே மலர்களே இதை என்ன கனவா, மலர்களே மலர்களே இதை என்னை நினைவா, உருகியதே எனது உள்ளம், பெருகியதே விழி
காற்றை வாய் திறந்தால் காதல் காதல் என்று பேசும். நீலா தமிழறிந்தால் ஆளே மொழியறிந்தால் நம்மே கவிடுதி வீசும். வாழ்போடு வாழ்பிறை தானே வண்ணை நிலவே நிலவே வானோடு நீளம் போல இழந்து கொண்டது இந்த உறவே. உறங்காத நேரம் கூட உந்தன் கனவே கனவே உன்னோடு உயிரே போல உடைந்து போனது தான் உறவே. மறக்காது உன் ராகம் மறிக்காது என் தேகம். உனக்காக உயிர் வாழ்வேன் வா என் வாழ்வே வா. மலர்களே மலர்களே இது என்ன கனவா? மலைகளே மலைகளே இது என்ன நினைவா? உருகியதே எனது உள்ளம் பெருகியதே விழி வெள்ளம். விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. ജോബി, എനിക്ക് പെട്ടെന്ന് ജോബിയെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്, ജോബി ഇതുപോലൊന്നും അല്ലായിരുന്നു. വളരെ മെലിഞ്ഞിട്ട് ഓഡീഷന് വരുന്നതാണ്. അന്ന് ഓഡീഷന് വന്നു, സെലക്ഷൻ കിട്ടി. അപ്പം ജോബിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ആഹ്ലാദം. അതിനുശേഷം തുടക്കത്തിൽ പതുക്കെ 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 ജോബി എന്താണ്, ജോബിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം പല ദിവസങ്ങളിലും ജോബി വന്ന് പാടുമ്പോഴത്തേക്ക് കുറച്ച് ടയേർഡായിരുന്നു. കാരണം ജോലിയും ചെയ്യും, തിരിച്ചു വന്ന് ഇവിടെ പാടുകയും ചെയ്യും. പിന്നെ അതെല്ലാം മാറ്റി പിന്നെ പാട്ട് തന്നെ ആയി കോൺസെൻട്രേഷൻ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓരോ സമയം പാടുമ്പോൾ ഞാൻ തെളിഞ്ഞ് 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 വന്നിട്ട് പിന്നെ ഞാൻ കാണുന്നത് ജോബി പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന പാട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് ജോബിയുടെ സപ്പോർട്ടേഴ്സ്, ജോബിയുടെ ഓഡിയൻസ് അന്ന് ഒരു പ്ലാക്കാർഡ് പൊക്കി പിടിച്ചിട്ട് വി വാണ്ട് ജോബി, വി വാണ്ട് ജോബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രളയമായിരുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മുഴുവൻ ജോബിയുടെ പേര് ഇങ്ങനെ വിളിച്ച് പറയായിരുന്നു ആൾക്കാർ. അതുപോലെ തന്നെ അന്ന് ദൈവം കനിഞ്ഞ് ജോബിക്ക് 1ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ വേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി എത്തുന്നു നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ.
ഏഴിമല പൂഞ്ചോല അമ്മാവനക്ക് മണിമാല പൊന്മാല പൊന്മാല ഹേ പുത്തൻ ഞാറ്റുവേല കൊഞ്ചടി 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 മുത്തേ അലക്കി കേട്ടോ. താങ്ക് യു സർ ഓറഞ്ച് കുട്ടി, എന്തോ ഓറഞ്ച് കുട്ടീനിടയിൽ ഒരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഗംഭീരമായിരുന്നു. താങ്ക് യു സർ അതുപോലെ തന്നെ നമ്മുടെ ഡമാർ പൊട്ടാർ അനന്യ അല്ല, എനിക്കൊരു സംശയം. ഈ രണ്ട് പെൺകുട്ടികളെ പാടിക്കൊണ്ടിരുന്നപ്പോ ഇവനെ എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ്. അവൻ എവിടുന്ന് ഓടി വന്നു എന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ലാലേട്ടനാണോ ഓടി ആ വരുന്നത്. അതെ, ഞാൻ ലാലേട്ടന്റെ ഒരു ആക്ഷൻ മാതിരി കാണിച്ചു. പക്ഷേ എങ്ങനെയായിരുന്നു കാണിച്ചേ? അതാണ് ഞാൻ ലാലേട്ടനാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. സുഖമാണോ? സുഖാണ്. ആണല്ലോ. ആ ഓറഞ്ച് കുട്ടിക്കോ? ഓ സുഖാണ്. ഡമാറിനോ? ഭയങ്കര സുഖം. നിങ്ങളെയൊക്കെ കണ്ടപ്പോ എന്തൊരു സുഖമാണ് അങ്കിളിന്. താങ്ക് യു സർ. ഒരു വലിയ സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് യാത്ര, ഒരു തോണിയിൽ 2-2.5 വർഷം ഒരുമിച്ച് പോയത്. ആ ഓർമ്മകളെല്ലാം ഓടി വരുന്നു. മക്കളെ എന്തോ എന്ത് രസമായിട്ടാ പാടിയെന്നറിയാമോ? താങ്ക് യു മാം. ഇപ്പൊ ഏതൊക്കെ ക്ലാസ്സിലാ പഠിക്കുന്നേ? കേൾക്കട്ടെ. അനന്യ ഞാനിപ്പോ 3-4 എക്സാമില് പാസ് ചെയ്തേ ഉള്ളൂ. ആണോ? യെസ്. അനന്യയും ചേച്ചിയും രണ്ടുപേരും നന്നായിട്ട് പാടും അല്ലേ? താങ്ക് യു മാം. ശ്രീഹരി, ആ ഈ സീസണിലും ശ്രീഹരി ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു, പിന്നെ കണ്ടില്ലല്ലോ. എവിടെ പോയി? എന്റെ അച്ഛന്റെ വീട്ടിൽ പോയാണ്. ആണോ? അച്ഛന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റൂലേ? അത് കോഴിക്കോടാ. കോഴിക്കോടാണോ? അതാണ് കേട്ടോ ശ്രീകുട്ടൻ ചേട്ടാ. ഇവിടെ അടുത്താണെങ്കിൽ വന്നേനെ ശ്രീഹരി. പക്ഷെ അവന്റെ ഞങ്ങൾക്ക് കോഴിക്കോടാണല്ലോ അവന്റെ മനസ്സ് വിടാം. ഇനി മോള് കുട്ടിയുടെ വിശേഷം പറയൂ. ഓറഞ്ച് കുട്ടിയുടെ നല്ല വിശേഷം. ആണോ? പാട്ട് ക്ലാസിക്കൽ സോങ് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ടോപ്പ് സിംഗർ മിസ് ചെയ്യുന്നുണ്ടോ? ഓ ആ ഭയങ്കര ഇവിടെ എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും പുതിയ സീസണൊക്കെയാണ്, പുതിയ കുട്ടികളുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു നിങ്ങളെയൊക്കെ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാർ നൈറ്റിൽ വീണ്ടും വീണ്ടും നിങ്ങളെ കാണാൻ പറ്റുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും എല്ലാവർക്കും. കേട്ടോ, നിങ്ങൾക്ക് സന്തോഷമല്ലേ അവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റുന്നത്? ഭയങ്കര സന്തോഷം. അതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വീണ്ടും പാടട്ടെ. ആ നടുക്ക് നിൽക്കുന്നുണ്ടല്ലോ, ആ. എന്റെ ചങ്കാണ്. ആണോ? യെസ്. ഞങ്ങൾ എന്തുമാത്രം അടി കൂടിയിട്ടുണ്ടെന്നറിയോ? അടി കൂടിയിട്ടുണ്ട്. ആ. പട്ടിയുടെ കാര്യങ്ങളൊക്കെ. പട്ടിയുടെ കാര്യം വിട്. കാരണം എന്തുമാത്രം അടി കൂട്ടി. പിന്നെ അവസാനം ഞങ്ങൾ അങ്ങോട്ട് സ്നേഹമായി. പിന്നെ ഞാനും അവനെ കാണാത്ത ദിവസമില്ല, അവൻ എന്നെ കാണാത്ത ദിവസമില്ല. പിന്നെ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി. അതെ, എന്ത് വേണ്ട. അതെന്താ, എന്തിനാ അടി കൂടണം? എന്തിനാ അടി? തുടക്കം. ആയിരിക്കണ ആരാന്നറിയാമോ? ഗായത്രി ചേച്ചി. അവൻ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതെയോ? ഗായത്രി ചേച്ചിക്ക് ഒരു പുതിയ വിശേഷമുണ്ട്, പുതിയ സിനിമയുടെ വിശേഷം. ആരുടെ കൂടെ അഭിനയിച്ചെന്നറിയോ? ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചോദിച്ചേ ശ്രീഹരി. എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ പറയാം. ആദ്യം പോയി സിനിമ കാണുമോ? ഞാൻ സിനിമ കാണോ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മള് സിനിമ കാണും. നമുക്ക് അടിപൊളിയല്ലേ? ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്ക് കേരള ചീഫ് മിനിസ്റ്റർ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് 1. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇത്രയും വലിയ ലെജൻസിൻ്റെ കൂടെ നിന്ന് അവരുടെ മുമ്പിൽ നിന്ന് പാടാൻ പറ്റുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? കുറേ ലേൺ ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവരുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഇവരുടെയൊക്കെ എന്ത് കൂളായിട്ടാണ് വന്ന് നിന്ന് കിടക്കാച്ചി പൊട്ടാസ് കുട്ടികളാണ് ഇതെല്ലാവരും. വന്ന് പെട്ടെന്ന് പറഞ്ഞു. അവിടെ എത്ര പേരുണ്ട് മോക്ക്? അമിട്ട്, ചിമിട്ട്, പൊട്ടാസ്, ബോംബ്, പേടമാൻ, മീശവച്ചറൗടി, ആനന്യ, ബോണ്ടി. ഒരു പേരും കൂടെ ഇടാൻ വേണമെങ്കിൽ ഇവർക്ക് 3 പേർക്കും. തീപ്പൊരി എന്നൊരു പേരും കൂടെ ഇടാം. തീപ്പൊരി. ഓറഞ്ച് കുട്ടിക്ക് എത്ര പേരുണ്ടായിരുന്നു? മഞ്ഞക്കിളി എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ചായി. ഓറഞ്ച് കുട്ടി. പിന്നെ ഞാൻ മെലിഞ്ഞിരിക്കുന്നോണ്ട് ഓമത്തണ്ടെന്ന് അങ്ങോട്ട് പേരിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഓമത്തണ്ടോ? ഓമത്തണ്ട്. നിനക്ക് എന്തായിരുന്നു പേര്? എനിക്ക് ഒന്നുമില്ല. അത് കാണയോ? ചെറിയൊരു കള്ളത്തരം എന്തോ ഉണ്ടായിരുന്നല്ലോ, വായി നോക്കിന്നു. അങ്ങനെ ഏതാണ്ടല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിലാലേട്ടൻ ഇടാം. അത് കൊള്ളാം. കുഞ്ഞിലാലേട്ടൻ.
ഇല്ല, അതിനെ ഷോർട്ട് ചെയ്യണം. ആ കുഞ്ചിലാൽ. 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 അപ്പൊ അസലായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. ബൈ 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 ബൈ. ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ കലാവേദിയിൽ ആനന്ദ നൃത്തവും ഒരുക്കി പ്രിയ നർത്തകർ അശ്വിത ആൻഡ് അശ്വിജ. വെൽക്കം. സൂപ്പർ. മക്കളെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തു എന്നെ. എന്താ പേര് വാവയുടെ? അശ്വിജ. അശ്വിജ. മോളോ? അശ്വിത. ട്വിൻസ് ആണ്, കണ്ടാലറിയാം. അപ്പൊ ചില സമയത്ത് ഡാൻസ് ചെയ്യുമ്പോൾ ആരെയാ നോക്കണ്ടെന്ന് സംശയം. കാര്യം ഒരേ ആറ്റിറ്റ്യൂഡ്, ഒരേ ഇപ്പൊ മൂവ്മെന്റ്സിലാണെങ്കിലും ഗ്രേസ് ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും ഒക്കെ രണ്ടുപേരും ഒരുപോലെയാണ് ചെയ്യുന്നത്. എത്ര നേരം എടുക്കും നിങ്ങളൊരു ഡാൻസ് സ്വന്തമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു 2 hour ഒക്കെ എടുക്കും. 2 മണിക്കൂറിൽ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ? മക്കളെ, ഇപ്പൊ ഞാനൊക്കെ നിങ്ങളുടെ അടുത്ത് വരണല്ലോ പഠിക്കാൻ. എനിക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഡാൻസസ് ചെയ്യാൻ പറ്റൂല. ക്ലാസിക്കൽ ഡാൻസ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നവരോട് വലിയൊരു ആരാധനയുമാണ്. ഗംഭീരമായിട്ട് കളിച്ചു മക്കളെ രണ്ടുപേർക്കും കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും ഒരു സസ്പെൻസ് ഉണ്ട്, ഞാൻ വിളിക്കും കേട്ടോ നിങ്ങളെ. ഓക്കെ, അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇന്ന് ആസ് യൂഷ്വൽ തകർത്തു. താങ്ക് യു. ഇതാരാണ്?
സന്തോഷമായില്ലേ അങ്കിളെന്ന് വിളിച്ചേന്? സന്തോഷം. ലിറ്റിൽ സിസ്റ്റേഴ്സ് എന്തോ ഹായ്. ഹായ് പാലക്കാടൊക്കെ എല്ലാവർക്കും സുഖാണോ? സുഖം പാലക്കാടുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഹായ് കൊടുത്തേക്കട്ടാ നിങ്ങൾക്ക് വേണ്ടി. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു രണ്ടുപേരും. താങ്ക് യു. ഈ കടുകിടുമ്പോ കിടുകിടാന്ന് കിടക്കുന്നത് പോലെ സ്റ്റേജിനെ ഇങ്ങനെ നിങ്ങൾ ഇത്രയും വലിയ സ്റ്റേജിനെ നിങ്ങൾ ഇങ്ങനെ ത്രസിപ്പിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഇവിടെ കണ്ടത്. ഈ ട്വിൻസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മകന് ഇതുപോലെ തന്നെ ട്വിൻസാണ്, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ അപ്പൊ അവന് അന്ന, മറ്റവന്റെ പേര് ഇന്നസെന്റ്. ഇത് എങ്ങനെ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ അതുപോലെ ഇങ്ങോട്ട് മറിഞ്ഞിട്ടോ അങ്ങോട്ട് മറിയാ അല്ലേ? ചിത്രശലഭം ഒരു പൂവിന്റെ ചുറ്റും കിടന്ന് പറക്കണ പോലെയാണ് നമുക്ക് തോന്നിയത്. മനസ്സിലായോ? സ്പീച്ച്ലെസ്, എന്താ പറയണ്ടേന്ന് അറിയില്ല സത്യത്തില്. ഞാൻ ഇവരുടെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, ഇവരിൽ ആരുടെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഇവർക്ക് ഡാൻസ് ട്രൂപ്പ് ഉണ്ടാവും, അച്ഛനോ അമ്മയോ ഡാൻസേഴ്സാണ്, അവർ പഠിപ്പിച്ചതാണെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാവും. അപ്പം അത് തന്നെയായിരിക്കും ഇവർ പറയാൻ പോണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നപ്പോഴാണ് ഞെട്ടിച്ചോണ്ട് രണ്ടുപേരും തന്നെ കോറിയോഗ്രാഫി ചെയ്തതാണ്, അത് 2 മണിക്കൂർ കൊണ്ടാണ് പഠിച്ചത്. എൻ്റെ ദൈവമേ, ഭയങ്കര ബ്ലെസ്ഡ് ആണ് രണ്ടുപേരും, എന്ത് ഹൈലി ടാലൻറ്റഡ്. നിങ്ങളുടെ ഡ്രസ്സ് പോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിരുന്നു പെർഫോമൻസ്. ഒരു മിറർ നടുക്ക് വെച്ചിട്ട് മിറർ റിഫ്ലക്ഷൻ പോലെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ്. കേട്ടോ, ഇവര് രണ്ടുപേരും വളരെ സാധാരണപ്പെട്ട അല്ലെ സാധാരണക്കാരായ ഒരു കുടുംബത്തിലുള്ള കുട്ടികളാണ്. അതെ, അത് മാത്രമല്ല ഇവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയും. എനിക്കിവരെ നേരത്തെ അറിയാം. അപ്പോൾ കാരണം ഇതുപോലുള്ള കുട്ടികൾ, ഇതുപോലുള്ള പ്രതിഭകൾ, ഇത്രയും എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ മുൻനിരയിലേക്ക് വരണം, അല്ലെങ്കിൽ മുന്നോട്ട് വരണം. അവരവരുടെ മേഖലകൾ, പ്രത്യേകിച്ച് ഇവർ നൃത്തത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, സാധാരണക്കാരായ കുട്ടികൾക്ക്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ള കുട്ടികൾക്ക് വേദി കൊടുക്കുന്ന ടോപ്പ് സിംഗറിൻ്റെ അധികാരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ, അതുപോലെ മറ്റ് അവരോട് ഒരു ചെറിയ കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്, എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇത് പ്രേക്ഷകർക്ക് ഇത് തന്നെയായിരിക്കും തോന്നുന്നത്, ഇത്തരത്തിലുള്ള കുട്ടികൾ വരണം, വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം.